വാലന്റൈൻസ് ഡേ. പലരും വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്ന തിരക്കിലാണ്. കാമുകിക്ക് പൂവ് കൊടുക്കാൻ, ഡ്രസ്സ് കൊടുക്കാൻ, ഗിഫ്റ്റ് കൈമാറാൻ, പ്രണയം പറയാനൊക്കെ അങ്ങനെ പോകുന്ന ആളുകളൊക്കെ ഒന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും നൽകി നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിങ്ങളുടെ റബ്ബിന്റെ പൊരുത്തം കാണുമോ? വഫാത്തിന് നേരം എന്റെ ഉമ്മത്തിനെ ഇതുപോലെ വേദനിപ്പിക്കരുതേ എന്ന് ജിബ്രീലിനോട് പറഞ്ഞ നമ്മെ എത്രയും സ്നേഹിച്ച ആ മുത്തു റസൂലിന്റെ പൊരുത്തം കാണുമോ? വെയിലും മഴയും കൊണ്ട് ചോര നീരാക്കി അധ്വാനിച്ച ഉപ്പയുടെയും 10 മാസം ഗർഭം ചുമന്ന ഒരു പോറല് പോലും വരുത്താതെ നമ്മെ വളർത്തിയ ഉമ്മാക്ക് ഇഷ്ടമാവുമോ? വാലന്റൈൻസ് ഡേയുടെ ചരിത്രം എന്താണെന്ന് അറിയാമോ? അടിസ്ഥാനപരമായി ഇതൊരു ക്രൈസ്തവ ആചാരമാണെന്നതാണ് ചരിത്രം പറയുന്നത്. റോം ഭരിച്ചിരുന്ന ക്ലോഡിയസ് ചക്രവർത്തിയുടെ കാലത്ത് യുവാക്കൾ യുദ്ധത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി വിവാഹം നിരോധിച്ചിരുന്നു. എന്നാൽ കത്തോലിക്ക സഭയുടെ ബിഷപ്പായിരുന്ന വാലന്റീൻ എന്നൊരാൾ പലർക്കും രഹസ്യമായി വിവാഹം നടത്തി കൊടുത്തു. ഇതറിഞ്ഞ ചക്രവർത്തി അയാളെ ജയിലിലടച്ചു. ജയിലിൽ വെച്ച് വാലന്റൈൻ ജയിലറുടെ അന്ധയായ മകളുമായി പ്രണയത്തിലായി. അതറിഞ്ഞ ചക്രവർത്തി വാലന്റൈന്റെ തലവെട്ടാൻ ആജ്ഞ നൽകി. തലവെട്ടാൻ പോകുന്നതിന് മുമ്പ് വാലന്റൈൻ ആ പെൺകുട്ടിക്ക് ഫ്രം യുവർ വാലന്റൈൻ എന്ന് എഴുതിയ ഒരു കുറിപ്പ് വെച്ചു. അതിനുശേഷമാണ് ബിഷപ്പിന്റെ ഓർമ്മക്കായി ഫെബ്രുവരി 14 വാലന്റൈൻ ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത്. ഏതായാലും ഇസ്ലാം സ്നേഹത്തിനെതിരല്ല. നിങ്ങളെ റബ്ബിനെ, റസൂലിനെ, പിതാവിനെ, മാതാവിനെ, ഭാര്യയെ, ഭർത്താവിനെ എല്ലാം സ്നേഹിക്കണം. പക്ഷെ എങ്ങു നിന്നോ കിട്ടുന്നവന് സ്നേഹം കൈമാറും മുന്നേ ചിന്തിക്കുക, അവന് വേണ്ടി നിങ്ങൾ കളയുന്നത് ഈ കാലമത്രയും നിങ്ങളെ സ്നേഹിച്ചവരുടെ സ്നേഹമാണ്.